നമ്മൾ ഡോപ്പിന്റെ വീഡിയോ ഇട്ട ശേഷം പിന്നെ വേറൊന്നും കണ്ടില്ലല്ലോ. ഡോപ്പിന്റെ വീഡിയോ നമ്മൾ തിരക്കിലായതുകൊണ്ട് കുറച്ചൊന്ന് ഹോൾഡ് ചെയ്താണ്. നമ്മളതിൽ ഡൗ ക്യാരക്ടറിനെ കുറിച്ച് പറയാം. ചെറിയ ഇൻസ്റ്റാഗ്രാം വീഡിയോന്റെ അടിയിലൊക്കെ ഉണ്ടാകുന്ന രസകരമായിട്ടുള്ള കമന്റ് ആണ്, കട്ടപ്പയുടെ ശരീരവും കുട്ടപ്പയുടെ മനസ്സുള്ള ആള്. അതുപോലെയുള്ള ഒരു ക്യാരക്ടറാണ് ഡൗവിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. നമ്മൾ മാടപ്രാവിന്റെ മനസ്സെന്നൊക്കെ പറയുന്നത് നിഷ്കളങ്കരായ മനുഷ്യരായിരിക്കും. ഈ റിലേഷൻഷിപ്പിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന മനുഷ്യന്മാരായിരിക്കും ഈ ഡൗ ക്യാരക്ടറുള്ളവർ. ഒരാളെ ചതിക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും അവരെ കൊണ്ട് പറ്റില്ല. ഭയങ്കരമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവനവന്റെ കാര്യങ്ങളെക്കാളും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇവരുടെ കാര്യങ്ങൾക്കാണ്. അതുപോലെ തന്നെ നോ പറയാ എന്ന് പറയുന്നത് ഇതിനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. എന്ത് വള്ളിയും പിടിച്ചോളൂ, എവിടെ എന്ത് വള്ളി ഉണ്ടെങ്കിലും ഉപരി പിടിച്ചിട്ട് ചിലപ്പോൾ അത് പൂർത്തീകരിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞോളൊന്നുമില്ല. പക്ഷെ ഒരാളൊരു സഹായം ചോദിച്ചാൽ അല്ലെങ്കിൽ എടാ അതൊന്നും ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് ഏറ്റെടുക്കാൻ ഇവർ മുന്നിലുണ്ടാവും. അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇവർ കുറെ സമയം ഈ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളിൽ കൊടുക്കും. പിന്നെ ഈസി കൺവിൻസിങ് ആയതുകൊണ്ട് തന്നെ ആരെന്ത് ചതിക്കുഴി അല്ലെങ്കിൽ എന്ത് ഫ്രോഡ് എന്ന് പറഞ്ഞാലും അതിൽ പോയി പെടാനുള്ള സാധ്യത കൂടുതലാണ്. വേറെ അവരുടെ വലിയൊരു പ്രശ്നമാണ് ലെങ്തി ആയി ടോക്കിംഗ് ആയിരിക്കും. തള്ളു കുറച്ച് കൂടുതലായിരിക്കും. അവർക്ക് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്ത കയറിയിട്ട് ഇതിൽ അഭിപ്രായം പറയും. അങ്ങനെ പ്രശ്നമുണ്ട്. പക്ഷെ ഒരു കരിയർ എന്നുള്ള കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കസ്റ്റമർ റിലേഷൻ, അതുപോലെ റിസപ്ഷൻ, HR ഇതിലൊക്കെ വരട്ടിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ഓക്കെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പോസ്റ്റുകളിൽ കിട്ടാൻ ആ ജോലികൾ അവർ അടിപൊളിയായിട്ട് ചെയ്യും. ഇതുപോലെ ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. അവരോട് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. ഇത് അതിന്റെ സ്വഭാവത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ നോ പറയേണ്ടവർക്ക് നോ പറയണം. അവനവന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ പോകേണ്ട ആവശ്യമുള്ളത്.